നമ്മൾ നേരെ ഒരു തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു സങ്കട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് യുവതിയെ കഴുത്തറത്ത നിലയിൽ കണ്ടെത്തി. കാട്ടാക്കട കുരുതംകോട് സ്വദേശി റീജയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പമുണ്ടായിരുന്ന പ്രമോദ് എന്നയാളെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. അഖിൽ ഷാ അൻസാർ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. അഖിൽ ഷാ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇപ്പോൾ ഈ റീജയും പ്രമോദും ഇവർ തമ്മിൽ പരിചയക്കാരാണോ? ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത്തരം വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, പ്രവിത, ഇന്ന് രാത്രിയാണ് ഇത്തരത്തിൽ കാട്ടാക്കടയിൽ ഒരു സംഭവം നടക്കുന്നത്. അതായത് കാട്ടാക്കടയിലെ മരുതംകോടുള്ള വീട്ടിലാണ് ഈ താമസക്കാരായ പ്രമോദ് അതുപോലെ തന്നെ റീജ എന്നിവർ മരിച്ചത്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ 2 വർഷമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. വീട്ടിലെ മുറിയിലെ കട്ടിലാണ് ഈ റീജയെ മരിച്ച നിലയിൽ, കഴുത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. തൊട്ട് അടുത്തായി തന്നെ പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. റീജയെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് ആത്മഹത്യ ചെയ്തതാകാമെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. എന്തായാലും ഈ വീട് ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെയാകും ഫോറൻസിക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികളും നടക്കുക. അതിനുശേഷമാകും പൂർണ്ണമായ ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമ കാര്യത്തിലേക്ക് നീങ്ങുക. ശരി, അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. 2 പേരുടെ മരണമാണ് ഇപ്പോൾ ആ നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്.